കൂടി ചേരുന്നുണ്ട്. മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള വിവരം നമ്മൾ നേരത്തെ ചോദിച്ചിരുന്നു. KV തോമസ് മാഷെ ലൈനിലുണ്ട്. തോമസ് മാഷെ, ഗുഡ് മോർണിംഗ്. തോമസ് മാഷെ, ഈ പരിപാടിയുടെ ഷെഡ്യൂൾ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ മിനിസ്റ്റർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് PWD മിനിസ്റ്ററെ ഒഴിവാക്കി BJP സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായ ഒരു കാര്യമാണോ? ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്കും ഇടപെടലും എത്രത്തോളം ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് അറിയാവുന്നതല്ലേ തോമസ് മാഷെ? ഞാനിപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളായി യാത്രയിലാണ്. കാസർഗോഡ് മുതൽ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് വന്നു. നമ്മുടെ ദേശീയപാതകളുടെ നിർമ്മാണങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയൊരു സംഭാവനയുണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി 7 മണിക്കാണ് എൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കൊച്ചിയിലെ പരിപാടിയുടെ ഇൻവിറ്റേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമന്ത്രി ആണ് പങ്കെടുക്കുന്നു എന്നല്ലാതെ വേറെ ഒരു ഡീറ്റെയിൽസ് ഒന്നും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി ഉണ്ടോ, മറ്റു മന്ത്രിമാരുണ്ടോ, മേയറുണ്ടോ, അങ്ങനെ അതൊന്നും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. ഈ ഇൻവിറ്റേഷൻ്റെ അകത്ത് പ്രധാനമന്ത്രിയാണ് ഈ ഇത്രയും വലിയ പരിപാടി 14,000 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത് മാത്രമേ അതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അതൊരു ശരിയായ രീതിയല്ല. ഒരു വികസന കാര്യങ്ങളിൽ വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടെ പങ്കാളിത്തം ഉണ്ടല്ലോ. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടല്ലേ പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയായ സമീപനമല്ല. താങ്ക് യു തോമസ് മാഷെ. KV തോമസ് മാഷാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഇതൊരു ശരിയായ സമീപനമല്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രാതിനിധ്യം ഈ ഉദ്ഘാടന പരിപാടിയിൽ കുറയ്ക്കാൻ ശ്രമിച്ചു. സംസ്ഥാന സർക്കാരിനെ നിലവിലത് അവഗണിച്ചിരിക്കുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ അവഗണിച്ചിരിക്കുന്നു. PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്